പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൽ ദൈവം അവസാന ഭാഗത്ത് ദൈവം ആദ്യ വിവാഹമൊക്കെ നടത്തിയ ശേഷം ദൈവം ഒരു ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവം ഒരുക്കിയ തോട്ടത്തിൽ ആദ്യമായി പാപമുണ്ടാകുന്നതും പാപത്തിൽ നിന്ന് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി തോട്ടത്തിൽ നിന്ന് പുറത്താകുന്ന ഒരു അനുഭവം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ദൈവമായ യഹോവ ഉണ്ടാക്കിയ എല്ലാ കാട്ടുജാതികളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്നും ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എത്ര തന്ത്രപരമായിട്ടാണ് അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാൻ ദൈവം ഒരുക്കിയ തോട്ടത്തിന്റെ അകത്ത് കാവൽ നിർത്തിയവരായിരുന്നു അവർ. തോട്ടം സൂക്ഷിപ്പുകാരായിരുന്നു. അവരെയാണ് ദൈവം ഒരുക്കിയത്. നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് പറഞ്ഞിട്ട് ആദോ ഹവ്വായെയും ദൈവമാക്കിയിട്ട് ആദമില്ലാത്ത സമയം നോക്കി ബൈബിൾ പറയുന്നത് പോലെ കൗശലമേറിയതായ പാമ്പ് ആ തോട്ടത്തിന്റെ അകത്ത് കയറി. ഇതാ ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ആ ഫലം തിന്നുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുവാൻ, പ്രോത്സാഹനം കൊടുക്കുവാൻ, തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഹവ്വായ്ക്ക് തോന്നി, ദൈവം ഞങ്ങളെ പറ്റിച്ചല്ലോ, കൗശലമേറിയ തന്ത്രശാലിയായ പാമ്പ് പറയുന്നതാണല്ലോ ശരി എന്ന് വിചാരിച്ചു. ദൈവം ചെയ്യരുത്, തൊടരുത് എന്ന് പറഞ്ഞെടുത്ത് ആദ്യം ഹവ്വ പറയുന്ന ഒരു വാക്കുണ്ട്. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത്. തിന്നരുതെന്ന് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ. ഈ വചനത്തിൽ നിന്ന് ഒന്ന് കൂട്ടിയാലോ ഒന്ന് കുറച്ചാലോ അവൻ ശപിക്കപ്പെട്ടവനാണ്. പാപത്തിന്റെ വഴി ഹവ്വായുടെ വായിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വന്നു. കൗശലം ഏറിയവനായ പാമ്പ് അവരെ ദൈവതേജസ്സിന്റെ തോട്ടത്തിൽ നിന്ന് എത്ര മനോഹരമായിട്ടാണ് പുറത്താക്കാൻ വേണ്ടി തന്ത്രം ഉപയോഗിക്കുന്നത്. ഇതുപോലെ ദൈവം നമ്മുടെ അകത്ത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവം ഒരുക്കിയ ദൈവസഭയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവമക്കൾ ആ ദൈവത്തെ ഹൃദയവും മനസ്സും നിറഞ്ഞ് ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന ദൈവമക്കളെ ആരാധിക്കാതിരിക്കാൻ തക്കവണ്ണം കൗശലമേറിയ ദുഷ്ടൻ പല തന്ത്രങ്ങളും ഉപയോഗിച്ച് നമ്മുടെ ചുറ്റും വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പല വിധത്തിൽ നീ തിന്നുന്ന നാളിൽ നീ ദൈവത്തെ പോലെ ആകുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അകത്തൊരകം വരുത്തുവാൻ, ദൈവത്തെ പോലെ ആയാൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുമല്ലോ. ഒരു മനുഷ്യ ദൈവത്തിന്റെ ഒരു ചിന്തയിലേക്കുള്ള ഒരു പ്രേരണ ഈ കാലഘട്ടത്തിൽ പലരുടെയും അകത്തു കൊടുക്കുവാനുള്ള സാധ്യത ദുഷ്ടൻ തന്ത്രശാലി ആയതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഒന്നോർക്കണം, ദൈവ തേജസ്സിൽ നിന്ന് അവൻ നമ്മളെ തള്ളിക്കളയാനുള്ള തന്ത്രമാണ് പ്രിയമുള്ളവരെ. ദൈവവചനപ്രകാരം ദൈവം അരുത് എന്ന് പറഞ്ഞതിൽ തെറ്റ്, തൊടരുത് എന്ന് പറയിപ്പിച്ചു. മരിക്കുമെന്ന് പറയുന്നിടത്ത് മരിക്കുകയില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറയുന്ന
രണ്ടാമത്തെ തെറ്റ് നമുക്ക് കാണാൻ കഴിയും. ഇതാ, വചനത്തിന്റെ ഒരു വള്ളി പോലും മാറിപ്പോകരുത്, ഇതിൽ നിന്ന് മാറ്റം വന്നാൽ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? നമ്മൾ വചനത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തേണ്ട. യേശു എന്താണോ പറഞ്ഞത്, നമുക്ക് വേണ്ടി എന്താണോ ചെയ്തത്, നമുക്ക് വേണ്ടി എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കണ്ട് ഈ തിരുവഴുത്തിൽ നിന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ആ ദൈവകൃപയുടെ ആഴത്തിലേക്ക് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയും തെരഞ്ഞെടുപ്പും നമുക്ക് തന്നെങ്കിൽ ആ കൃപയിലേക്ക് നമുക്കിന്നും കൂടി വരാം. ആദിപാപം ഏതെങ്കിലും വെളിപ്പെട്ട് തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ ഇടവന്നെങ്കിൽ ദൈവസഭയുടെ ദൈവകൃപയുടെ അകത്തു നിന്ന് പുറത്താക്കാത്ത വണ്ണം കൃപയിലേക്ക് എന്നെയും ചേർക്കണമേ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കൃപാസ്നേഹത്തിന്റെ മഹത്വം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലേക്ക് നീ ചൊരിഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തണം, അനുഗ്രഹിക്കുന്ന കരം വയ്ക്കണം. ആദ്യ പാപം ചെയ്ത് ദൈവതേജസ്സിന്റെ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കപ്പെട്ടെങ്കിൽ ഞങ്ങളും ദൈവകൃപയുടെ ആഴത്തിലേക്ക് കടന്നു വന്നിട്ട് പുറത്തായി പോകാതിരിക്കത്തക്ക വിധം കൃപയെ പകരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.